ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ 3 ഫേസ് ഡി ബി കൊടുക്കാറുണ്ട്. ഈ 3 ഫേസ് ഡി ബിയിൽ 3 കണക്ഷൻസാണ് വരുന്നത്, 3 ഫേസാണ് വരുന്നത്. ഈ 3 ഫേസ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ സെക്ഷനിലെ കറണ്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ സെലക്ടർ ഉപയോഗിച്ചിട്ട് നമുക്കത് സെലക്ടറിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് മൊത്തം വീട്ടിലെ ഏതെങ്കിലും ഫേസ് പോയാലും 3 ഫേസിൽ ഏതെങ്കിലും ഒരു ഫേസ് പോയാലും അല്ലെങ്കിൽ ആ ഒരു ഫേസാണ് കറണ്ട് ഉള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് കറണ്ട് റെഡിയാക്കാമെന്നാണ് നോക്കുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ നോക്കുക, ഇത് ഐസൊലേറ്ററിലേക്കാണ് KCBയിൽ നിന്ന് മീറ്റർ ബോക്സ് വഴി നേരിട്ട് വരുന്നു. അതിനുശേഷം ഐസൊലേറ്ററിൽ നിന്ന് നേരിട്ട് അടുത്ത സെക്ഷനിൽ വരുന്ന ELCBയിൽ നിന്ന് നേരിട്ട് വരുന്നത് നമ്മുടെ സെലക്ടർ സെക്ഷനിലേക്കാണ്. ഈ സെലക്ടറിൽ 3 സെലക്ടറുകളാണ് ഉള്ളത്, 3 ഫേസ് 3 സെലക്ടർ. ഈ എല്ലാ സെലക്ടറിലേക്കും 3 ഫേസ് വരുന്നുണ്ടാവും. RYB ഇങ്ങനെയാണ് 3 ഫേസ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സെലക്ടറിലും LNTയുടെ സെലക്ടറിൽ 1, 2, 3 നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ ഒരു ഓഫ് പൊസിഷൻ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോ ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ ലെവൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇപ്പോൾ ഓൾറെഡി 1 എന്ന് പറയുന്ന ഫേസിലേക്കാണ്, അതായത് ആ ഒറ്റ ഫേസാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ ആ ഒരു ഫേസിലേക്ക് 1 എന്ന പൊസിഷനിലേക്ക് 3 ഫേസും നമ്മൾ മാറ്റിയിടുക. ഒന്നാമത്തെ ഫേസ് ഒരു ഫേസ് മാത്രം ഉള്ളെങ്കിൽ അപ്പോൾ 1 എന്ന് പറയുന്ന പൊസിഷനിലാണ് നമുക്ക് കറണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ബാക്കി 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമ്മൾ 2 ഫേസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഫേസിലേക്ക് ഇട്ടു. ഇനി രണ്ടാമത്തെ ഫേസ് വേണമെങ്കിൽ ഇനി മൂന്നാമത്തെ ഫേസിൽ താഴെ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഫേസിലേക്ക് നമ്മൾ സെലക്ടർ മാറ്റിയിടണം. അതായത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ആദ്യത്തേൽ രണ്ടാമത്തേൽ ഇട്ടു, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഫേസിലേക്ക് ഇട്ടു. അതായത് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഫേസും മൂന്നാമത്തെ ഫേസും ഉള്ളെങ്കിൽ നമ്മൾ ഈ ഓപ്ഷനിലിട്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഫേസും മൂന്നാമത്തെ ഫേസും ഉള്ളെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ സെലക്ടർ 1ലേക്ക് ഇട്ടു, രണ്ടാമത്തെ സെലക്ടർ 3ലേക്ക് ഇട്ടു. വീണ്ടും ഒരു സെലക്ടർ വന്നത് 2 ഇല്ലാത്തതുകൊണ്ട് 3ലേക്ക് അല്ലെങ്കിൽ നമുക്ക് 1ലേക്ക് മാറ്റിയിടാം. ഇങ്ങനെ മാറ്റിയിട്ടാലും നമുക്ക് കറണ്ട് കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെലക്ടർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് ഫേസാണോ ഇല്ലാത്തത് ആ ഫേസിൽ നിന്നും ആ സെലക്ടർ ഏത് ഫേസിലാണോ ആ സെലക്ടർ കിടക്കുന്നത് ആ സെലക്ടർ മാറ്റി ഫേസ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ സെലക്ടർ മാറ്റിയിടണം. അല്ലെങ്കിൽ നമുക്ക് ആ സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏതാ ഫേസിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഫേസിൽ കൊടുത്തിരിക്കുന്ന ഡിവൈസുകളൊന്നും കറണ്ട് ഉണ്ടാവില്ല, വർക്ക് ചെയ്യുകയും ചെയ്യില്ല. പിന്നെ ഇൻവെർട്ടർ സെക്ഷൻ ആണെങ്കിൽ ഇൻവെർട്ടർ സെക്ഷനിലും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ സെക്ഷനിലും ഇതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. വെച്ചാൽ ഇൻവെർട്ടർ സെക്ഷൻ ഏതെങ്കിലും ചാർജ് ചെയ്യാൻ കൊടുത്തേക്കുന്ന സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് കറണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യും. അത് പെട്ടെന്ന് നമുക്ക് അറിയാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് സെക്ഷനിലാണോ സൗണ്ട് അടിച്ച് നമ്മൾ ലോങ് ബീമൊക്കെ അടിക്കുന്ന ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഏത് സെക്ഷനിലാണ് കറണ്ട് പോയെന്ന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇൻവെർട്ടർ ഓൾറെഡി ചാർജ് തീർന്ന് അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് ഫേസിലാണോ കറണ്ട് ഉള്ളത് ആ കറണ്ടുള്ള ഫേസിലേക്ക് നമ്മുടെ സെലക്ടറുകൾ മാറ്റിയിടണം. സെലക്ടറുകൾ മാറ്റിയിട്ടാൽ മാത്രമേ നമുക്ക് സപ്ലൈ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടർ ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും കൊടുത്തിരിക്കുന്ന ചാർജിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആ ഫേസിലും കറണ്ട് ഉണ്ടായാൽ മാത്രമേ ഇൻവെർട്ടറും ചാർജിങ് സെക്ഷൻ ഔട്ടും നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇൻവെർട്ടർ ഡയറക്റ്റായിട്ട് കറണ്ട് പോകുന്ന അവസ്ഥയിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ സെലക്ടറുകൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് സെലക്ട് ചെയ്യാൻ ഒന്നും അറിയില്ല, കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഓട്ടോമാറ്റിക് സെലക്ഷനുള്ള സെലക്ടറുകൾ അവൈലബിൾ ആണ്. സ്റ്റെബിലൈസിങ് DB വരെ അവൈലബിൾ ആണ്. നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏത് ഫേസാണുള്ളത് ആ ഫേസിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് മാറിക്കോളും. നമ്മളിപ്പോൾ ഈ സെലക്ടർ മാറ്റിയെടുത്ത സെയിം സിസ്റ്റം തന്നെ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതാണ് കുറച്ചുകൂടി നല്ല സിസ്റ്റം. ഇപ്പോൾ ഭാവിയിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ.